പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനമായിട്ട് നിൽക്കുവാനും ദൈവം അവിടുന്ന് കൃപ നൽകാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ എന്നറിയപ്പെടുന്ന ഈ സദൃശ്യവാക്യത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനമായിട്ട് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. സദൃശ്യവാക്യം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. പ്രൈസ് ലോർഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവവചനമാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. എന്നാലേ ഇതാരാ എഴുതിയെന്ന് അതിൻ്റെ തലക്കെട്ടിലും മേളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇത് എഴുതിയത് ശലോമോനും എഴുതിയിട്ടുണ്ട്. കൂടാതെ വേറെ 3-4 പേരും കൂടിയാണ് ഈ സദൃശ്യവാക്യം എഴുതിയതെന്ന് നമുക്ക് കാണപ്പെടുന്നുണ്ട്. പ്രൈസ് ലോർഡ് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇത് ശലോമോനും മറ്റു ചിലരുമാണ് എഴുതിയതായിട്ട് കാണാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. വിഷയം നേരായി ജീവിക്കുന്നതിന് വേണ്ട ജ്ഞാനം, അതായത് കൂടുതലും ഇതിനകത്ത് പറയപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. ഈ സദൃശ്യവാക്യത്തിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ശലോമോൻ വലിയ ജ്ഞാനിയായിരുന്നല്ലോ. ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ ഭരണം ഏറ്റുകഴിഞ്ഞപ്പോൾ പ്രൈസ് ലോർഡ് ഈ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ വായിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ധനവും മാനവും ഒന്നും ചോദിച്ചില്ല ഈ മനുഷ്യന്. എന്നാൽ ഈ ദേവദാസൻ ദൈവത്തോട് ചോദിച്ചു, ഈ ജനത്തെയൊക്കെ നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ വലിയൊരു കൃപ ജ്ഞാനം എനിക്ക് തരണമേ. അതുകൊണ്ട് ദൈവം അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ചില ജ്ഞാനങ്ങൾ ഈ ശലോമോന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ജ്ഞാനം, ബുദ്ധി, അറിവ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഒത്തിരി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. ഈ പുസ്തകത്തെ എബ്രായ പഴയ നിയമത്തെ അനുസരണ 3 ഭാഗമായി, അതായത് എബ്രായ പഴയ നിയമത്തെ 3 ഭാഗമായി വിഭജിച്ചിരിക്കുന്നു. നിയമങ്ങൾ, പ്രവചനങ്ങൾ, എഴുത്തുകൾ. ലൂക്കോസ് 24:44. 3-ാമത്തെ വിഭാഗത്തിൽ കാവ്യങ്ങൾ. ഇത് കാവ്യ പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് കാവ്യ പുസ്തകം. അത് പാട്ടായിട്ട് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിലെ ഒരു പുസ്തകമാണ് ഈ സദൃശ്യവാക്യം എന്ന് പറയുന്നത്. ജ്ഞാനപുസ്തകങ്ങൾ, അതായത് ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി എന്നിവ അടങ്ങിയിരിക്കുന്നു. 5 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ 5 പുസ്തകങ്ങളെയും കാവ്യ പുസ്തകങ്ങളെന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതൊരു പാട്ടായി കാണാൻ കഴിയുന്നുണ്ട്. ഇത് പാട്ടാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു കവിതയായിട്ട് ഇത് കാണാൻ നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് പ്രൈസ് ലോർഡ് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ പുരാതന ഇസ്രായേലിലേക്ക് 3 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ജ്ഞാനികളുണ്ടായിരുന്നു. അതായത് 3 തരത്തിലുള്ള ശുശ്രൂഷകന്മാരായിരുന്നു ഇസ്രായേൽ ജനത്തിന് കാണാൻ കഴിഞ്ഞത്. പ്രൈസ് ലോർഡ്. അത് 1 പുരോഹിതൻ, 2 പ്രവാചകൻ, 3 ജ്ഞാനികൾ ഉണ്ടായിരുന്നു. അവസാനത്തെ കൂട്ടർ ജീവിതത്തിലെ പ്രായോഗികവും തത്വചിന്താപരവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രത്യേക ദൈവിക ജ്ഞാനവും ഉപദേശവും വരവുമായി ലഭിച്ചവരായിരുന്നു. സദൃശ്യവാക്യങ്ങൾ ജ്ഞാനികളുടെ പ്രചോദനപരമായ ജ്ഞാനവചനങ്ങളെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അത്ര ജ്ഞാനമുള്ളൊരു പുസ്തകമാണ് ഈ സദൃശ്യവാക്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ 1 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ജ്ഞാനമല്ലാതെ വേറൊന്നുമില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം പഠിക്കാൻ പറ്റുമെന്നാണ് കാണപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. എബ്രായ ഭാഷയിലെ മാഷൽ എന്ന പദം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സദൃശ്യവാക്യം എന്നതാണ്. അരുളപ്പാട്, ഉപമ അല്ലെങ്കിൽ ജ്ഞാനികളുടെ വാക്കുകൾ എന്നിങ്ങനെ വിഭിന്ന അർത്ഥങ്ങൾ അതിനുണ്ട്. അങ്ങനെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ചില വലിയ പ്രഭാഷണങ്ങളും അരുളപ്പാടുകൾ, ഉദാഹരണത്തിനായി പ്രൈസ് ലോർഡ്, കൂടാതെ നേരോടും നീതിയോടും കൂടെ ജീവിക്കുവാൻ ആവശ്യമായ ജ്ഞാനമടങ്ങിയ ധാരാളം ചെറിയ പ്രസ്താവനകളും ഉണ്ട്. പ്രൈസ് ലോർഡ്. പുരാതന പൂർവ ദേശത്തിൽ പ്രചരിച്ചിരുന്ന പല പഴഞ്ചൊല്ലുകളുടെയും പ്രസരം സദൃശ്യവാക്യങ്ങളിൽ കാണാം. ദൈവം തൻ്റെ ഉടമ്പടി ജനത്തിനു വേണ്ടിയുള്ള മൂല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ട ഇതിൻ്റെ ജ്ഞാനം വിശേഷതയുള്ളതാണ്.
പ്രാവചനിക കാലത്തെ സദൃശ്യവാക്യങ്ങളുടെ സുഭക്തത മുഖാന്തരം എളുപ്പം കൃത്യസ്ഥമാക്കുവാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അവ ക്രൈസ്തലോട് ജനപ്രീതി നേടുകയും തലമുറകളിലേക്ക് പകരപ്പെടുകയും ചെയ്തിരുന്നു. ക്രൈസ്തലോട് ഇപ്പം നമുക്കിത് കാണാൻ കഴിയുന്നത് ക്രൈസ്തലോടെ ഇതിനകത്തുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ്. തലമുറയായിട്ട് ക്രൈസ്തലോട് ദാവീദ് ഇസ്രായേൽ സങ്കീർത്തന പാരമ്പര്യത്തിൻ്റെ ആദി ഉറവിടമായതുപോലെ ഇസ്രായേലിൻ്റെ ജ്ഞാന പാരമ്പര്യത്തിൻ്റെ ആദി ഉറവിടം ശലോമോനുമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിലെ മൂന്നാമത്തെ രാജാവാണ് ശലോമോൻ. ശലോമോന് ഭയങ്കര ജ്ഞാനമായിരുന്നു. ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച ജ്ഞാനമാണ്. ശലോമോൻ 3000 സദൃശ്യവാക്യങ്ങളും 1005 പാട്ടുകളും ജീവകാലത്ത് രചിച്ചതായി കാണുന്നു. സദൃശ്യവാക്യങ്ങളിൽ പരാമർശിച്ചിരുന്ന മറ്റു ലേഖകരുടെ പേരുകൾ അശൂരിൻ്റെയും 30-1 മുതൽ 35 വരെ ക്രൈസ്തലോട് ലെമുവേൽ രാജാവിൻ്റെയും 31-9 ആണ്. ഇവർ 2 പേരും നമുക്ക് അജ്ഞിതരാണ്. വേറെ ചില എഴുത്തുകാരും 22-17 24-23 കാണാം. ക്രൈസ്തലോട് സദൃശ്യവാക്യങ്ങൾ അധികാരവും ഉത്ഭവിച്ചത് ക്രിസ്തുവിന് മുമ്പ് 10-ാം നൂറ്റാണ്ടിലാണ്. BC 700 ഹിസ്കിയാവിൻ്റെ കാലത്താണ് ഈ പുസ്തകം പൂർത്തിയാക്കിയതെന്ന് അനുമാനിക്കാം. ഹിസ്കിയാവിൻ്റെ ആളുകൾ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ശേഖരിച്ച കാലം 25-1 29-27 ക്രിസ്തുവിന് മുമ്പേ 715-ലും 686-ലുമായി കണക്കാക്കാം. ഈ സമയത്താണ് ദൈവത്തെ ഭയപ്പെടുന്ന ഈ രാജാവിൻ്റെ നേതൃത്വത്തിൽ ആത്മീയ ഉണർവ് നടന്നത്. ക്രൈസ്തലോട് അതാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്. ഒത്തിരി കഥകളും ക്രൈസ്തലോട് പാട്ടുകളും ഒക്കെയും ഈ ശലോമോൻ രചിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തലോട് ശലോമോൻ 3000 സദൃശ്യവാക്യങ്ങളും 1005 പാട്ടുകളും ജീവകാലത്ത് രചിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ക്രൈസ്തലോട് ഈ സദൃശ്യവാക്യത്തെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തലോട് അപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ക്രൈസ്തലോട് 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ക്രൈസ്തലോട് യഹോവ ഭക്തി 1:7 നമുക്ക് അതിൻ്റെ പശ്ചാത്തലമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ച് പലപ്പോഴും ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ സൂചിപ്പിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവശക്തിയോടുള്ള ഭയം, ദൈവമഹത്വം, വിശുദ്ധി എന്നിവ വിശുദ്ധ ഭയവുമായും ക്രൈസ്തലോട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തലോട് ഭയം, ദൈവമഹത്വം, ക്രൈസ്തലോട് വെളിപ്പെട്ട ദൈവവും ഹിതവും നമ്മിൽ ഉളവാക്കുന്നു. ഇതുപോലെയുള്ള ബഹുമാനം ജ്ഞാനത്തിൻ്റെ ഹൃദയം നേടുവാൻ അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ നിഷ്കളങ്കമായ യഹോവയോടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം അതിൽ അനുഗമിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. പ്രവൃത്തി 9:31 യഹോവയെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക എന്നതാണല്ലോ ഏറ്റവും ഉത്തമമായ കാര്യം ഇതിനകത്തുള്ളത്. ദൈവത്തെ ഭയങ്കര ജ്ഞാനം ഇത് വായിച്ചു കഴിയുമ്പോൾ ജ്ഞാനം പ്രാപിക്കുമെന്നാണ് ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രൈസ്തലോട് യഹോവയെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, യഹോവ ഭക്തി, ദൈവത്തിൻ്റെ ഭക്തി, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നന്മകൾ, ദൈവത്തിൻ്റെ ദൈവിക വിടുതലുകൾ, ദൈവിക ആലോചനകൾ, ദൈവിക മഹത്വം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ ആക്രമണത്തിനെതിരെ ഉള്ളൊരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്രൈസ്തലോട് ഈ 1-ാം ആയിരിക്കുന്നത് അതാ പൈശാചികമായ ആക്രമണം. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കാനും വിവേകവചനങ്ങളെ ഗ്രഹിക്കുവാനും പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കുവാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലനെ പരിജ്ഞാനവും ഭഗതിരവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാനും ബുദ്ധിമാൻ സദുപദേശം സമ്പാദിക്കുവാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. അതിനുശേഷമാണ് 7-ാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും ബഹുമാനവും
നമുക്ക് പ്രൈസ്തലോട് ഈ കുർബാനത്തിൽ തന്നെ നമുക്ക് കാണാം. കർത്താവിൻ്റെ സ്ഥാനിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവിക ജ്ഞാനം ദൈവം കൊടുക്കുമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ്തലോടെ ആരംഭം പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. കർത്താവിന് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജ്ഞാനവും പ്രാപിച്ചെടുക്കുമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ്തലോട് അപ്പോൾ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ യഹോവ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ്തലോട് ദൈവത്തെ എങ്ങനെ നമ്മൾ ഭയപ്പെടണം? ആവർത്തനം 6:1-2 നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്തെ നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീ നിന്റെ മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കോണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. പ്രൈസ്തലോടൊപ്പം ദീർഘായുസ് വേണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, പ്രൈസ്തലോട് നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്തെ നിങ്ങൾ അനുസരിക്കണം. അതായത് ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, നിങ്ങളെ ഒരു ദേശത്തേക്ക്, ഒരു പട്ടണത്തിലേക്ക്, രാജ്യത്തിലേക്ക് അയക്കണമെങ്കിൽ അവിടെ കടന്നു ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അനുസരിക്കണമെന്ന്. പ്രൈസ്തലോട് ദൈവത്തെ അനുസരിക്കണമെന്ന്. അതിനുശേഷം നിൻ്റെ അനുസരിച്ച് നടക്കേണ്ടതിനും നിൻ്റെ ജീവകാലമൊക്കെ നീയും അപ്പം ജീവകാലം കഴിക്കണമെങ്കിലും നാം ദൈവത്തെ ഭയപ്പെടണം. ആയുസ് വേണമെങ്കിലും നാം ദൈവത്തെ ഭയപ്പെടണമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ്തലോട് നീ നിൻ്റെ മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അത് ആയുസ്സും ആരോഗ്യം വേണം. മാത്രമല്ല നീയും നിൻ്റെ മകനും ഇതനുസരിക്കണം. ദൈവകൽപ്പന അനുസരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. മകൻ്റെ മകനും നീയും നിൻ്റെ മകനും മാത്രമല്ല മകൻ്റെ മകനും ഇതനുസരിക്കണം. ഞാൻ കർത്താവ് പറയുന്നത് അനുസരിക്കണം. അതായത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന, ദൈവം കൽപ്പിക്കുന്ന, പ്രൈസ്തലോട് വ്യക്തികളോട്, മകനോടും മകൻ്റെ മകനോടും പിതാവിനോടും മാതാവിനോടും സഹോദരനോടും സഹോദരിയോടും എല്ലാം ദൈവം കൽപ്പിക്കുകയാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും, അതായത് ദൈവം പറയുന്ന കൽപ്പനകൾ, ചട്ടങ്ങൾ, ദൈവം പറയുന്ന മാതൃക, ദൈവം പറയുന്നത് അനുസരിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ചൂണ്ടി, അല്ലെങ്കിൽ തിരുവഴുത്തുകളെ ചൂണ്ടി നമ്മളെ കാണിക്കുന്നത്. പ്രൈസ്തലോട് കൽപ്പനകളെ പ്രമാണിപ്പാനും ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ്തലോട് തക്കോണം അവനെ ഭയപ്പെടേണ്ടതിന്, ദൈവത്തെ ഭയപ്പെടണമെന്നാണ്. കർത്താവിനെ ഭയപ്പെടേണ്ടതിന്, ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ ഈ കൽപ്പനകൾ മുഴുവനും നമ്മൾ കൽപ്പന മുഴുവനും പ്രമാണിക്കുക മാത്രമല്ല ദൈവത്തെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി. ദീർഘായുസ് വേണമോ? ദൈവത്തെ ഭയപ്പെടണം, കൽപ്പന പ്രമാണിക്കണം. പ്രൈസ്തലോട് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും നിങ്ങളുടെ ദൈവമായ യഹോവ കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്നത് അനുസരിക്കാനും ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, ഉപദേശിച്ച് മറ്റുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കാൻ പറഞ്ഞ കൽപ്പനകളും എല്ലാം നാം പ്രമാണിക്കണം. ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. അതെല്ലാം നമ്മൾ അനുസരിക്കണം. ചട്ടങ്ങളിൽ നടക്കണം, പ്രൈസ്തലോട് കൽപ്പനകളിൽ നടക്കണം, അനുസരിക്കണം, പ്രൈസ്തലോട് ദൈവത്തെ ഭയപ്പെടണം. ഇതൊക്കെയാണ് ആമേൻ. പ്രൈസ്തലോട് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ദൈവജനത്തിന് കൂടെ നൽകപ്പെട്ടിരുന്ന കൽപ്പനയാണ് ദൈവത്തെ ഭയപ്പെടുക. അപ്പോൾ ദൈവത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും സ്നേഹിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം തിരുവഴുത്താണ് പറയുന്നത്. പ്രൈസ്തലോട് തിരുവഴുത്തിൽ പറയുന്ന ഏതൊരു കാര്യം അനുസരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കത്തില്ല. ഉള്ള നന്മ കൂടെ അത് എടുത്തു കളയുന്നവരാൻ. അഥവാ യഹോവയെ ഭയപ്പെടുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഈ കൽപ്പന എന്തർത്ഥമാക്കുന്നുവെന്ന് നാം അറിയേണ്ടത് അതിപ്രധാനമായ കാര്യമാണ്. വാസ്തവമായി യഹോവയെ ഭയപ്പെടുന്നുവെങ്കിൽ മാത്രമേ അസാധാരണമായ ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്കുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭയങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടുന്ന് ഒരു വിടുതൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള ദൈവം വിടുവിക്കത്തുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ്തലോട് ഒരു വിടുതൽ നമുക്ക് പ്രാപിച്ചു. യഹോവ ഭയത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസ്തലോട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുക അതെന്താണ്? ദൈവത്തെ ഭയപ്പെടുക എന്ന
വ്യാപകമായ കൽപ്പനയിൽ ദൈവമായുള്ള വിശ്വാസിയുടെ ബന്ധത്തിൻ്റെ ബഹുവിധമായ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് ബഹുവിധമായ സ്വഭാവത്തിൽ കൂടെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കുന്നു ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രൈസ് ദി ലോർഡ് പതിരൂപമെന്ന പ്രൈസ് ദി ലോർഡ് നിലയിൽ അവൻ്റെ വിശുദ്ധിയും നീതിയും ന്യായവും അംഗീകരിക്കുക എന്നതാണ് അവനെ ഭയപ്പെടുന്നത് അത്യന്താപേക്ഷിതം. അതായത് അവനെ അറിയുന്നതും അവൻ ആരാകുന്നുവെന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവൻ ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നതുമാണ് ദൈവത്തെ ഭയപ്പെടുക. സദൃശവാക്യം 2:5. അപ്രകാരമുള്ള ഭയം വിശുദ്ധ ദൈവം ആകുന്നുവെന്ന് അവൻ്റെ അടിസ്ഥാന സ്വഭാവം പാപത്തെ ന്യായം വിധിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോട് ജീവിക്കുക എന്നൊക്കെയാണല്ലോ അതിനെ അർത്ഥമാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളതനുസരിച്ച് ജീവിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാലും നമ്മൾ ദൈവത്തെ ഭയപ്പെടുക. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, നാം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനുഭവമാണ്. ആനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആനയ്ക്ക് ഭയങ്കര വലിപ്പമാണ്, പക്ഷെ കണ്ണ് ചെറുതാണ്. അതുകൊണ്ട് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന്. ഒരു ദൈവ പൈതലിൻ്റെ വലിപ്പം ഒരിക്കലും അറിയത്തില്ല. കാരണം നമ്മൾ ആരാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ വലിയവരാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു. അപ്പോൾ അവകാശം പ്രാപിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് താല്പര്യപ്പെടുന്നു. അപ്പോൾ അതിനുവേണ്ടി നാം ഒരുക്കപ്പെട്ട ഒരു ഹൃദയമായിട്ട് ദൈവസനിൽ നിൽക്കുന്നവരായി തീരണമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും. ദൈവത്തെ നാം ഭയപ്പെടുത്തണം. എങ്ങനെയാണ്? 2, യഹോവയെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ട് പ്രൈസ് ദി ലോർഡ് നാം ജീവിക്കണമെന്നാണ് ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയും, എന്നാൽ അവനെ വിശുദ്ധ ആദരവോടും ഭയഭക്തിയോടും ഉറ്റുനോക്കുകയും അവൻ്റെ ശ്രേഷ്ഠ മഹത്വവും വിശുദ്ധിയും വല്ലഭത്വവും ശക്തിയും മൂലം ദൈവത്തെ ദൈവമെന്ന നിലയിൽ ബഹുമാനിക്കേണ്ടതാണ്. ദൈവത്തെ നമ്മൾ ദൈവമെന്ന നിലയിൽ നാം ബഹുമാനിക്കണം എന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഭയം എന്നുള്ള കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയർ 2:12 ഉദാഹരണമായി ദൈവം സീനായി മലയിൽ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും പ്രൈസ് ദി ലോർഡ് ഗംഭീരമായ കാഹളധ്വനിയും പ്രൈസ് ദി ലോർഡ് മഹാഗംഭീരമായ കാഹളധ്വനിയും പുറപ്പാട് 19:16 മുഖാന്തരം തന്നെ വെളിപ്പെടുത്തുന്നത് ഇസ്രായേലിയർ കണ്ടപ്പോൾ അവർ എല്ലാവരും ഭയപ്പെട്ട് വിറച്ചു. ദൈവത്തെ ദൈവത്തിൻ്റെ ഇടിനാദവും മുഴക്കവും ശക്തിയും പ്രൈസ് ദി ലോർഡ് അത് സീനായി പർവ്വതത്തിൽ കേട്ടപ്പോഴേ ഇടിയും മേഘവും മുഴക്കവും കേട്ടപ്പോൾ ജനമെല്ലാം ഭയപ്പെടുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 19:16 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വിറയ്ക്കണമെന്നാണ്. ദൈവം മുമ്പിൽ നാം വിറയ്ക്കണം. ദൈവത്തെ നാം ഭയപ്പെടണം. ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും ഭയവും വിറയലും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിറച്ചുകൊണ്ട് ദൈവം നേരിട്ട് ഞങ്ങളോട് സംസാരിക്കാതെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് മോശയോട് അപേക്ഷിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിറയൽ പിടിച്ച് സംഭ്രമം പിടിച്ചു ഭീതി പിടിച്ച ജനം പറഞ്ഞു, ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തോട് ആലോചന വാങ്ങിച്ചു ഞങ്ങൾക്ക് തരണമെന്ന് ദൈവം ആ മോശയോട് ഇവർ പറയുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 20:18-19 കാണാൻ കഴിയുന്നുണ്ട്. ആവർത്തനം 5:22-27 വീണ്ടും സങ്കീർത്തനം 33 ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സങ്കീർത്തനക്കാരൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു, സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെ അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. സങ്കീർത്തനം 33
6 മുതൽ 9 വരെയുള്ള വാക്യമാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൽപ്പിച്ചു 33 നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം സംഭവിച്ചത് നമ്മൾ ദൈവത്തെ ഭയപ്പെടുക, അവനെ ശങ്കിക്കട്ടെ, അവൻ അരുളിച്ചത് അങ്ങനെ സംഭവിച്ചു. ദൈവത്തെ ശങ്കിക്കുക, ഭയപ്പെടുക, ഇതാണല്ലോ നമ്മുടെ പ്രൈസ് ദി ലോർഡ് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമ്മുടെ കുറിവാക്യം. പ്രൈസ് ദി ലോർഡ്. 3, യഥാർത്ഥ യഹോവ ഭയം രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ വിശ്വാസവും ആശ്രയം അവനിൽ മാത്രം വയ്ക്കുവാൻ പ്രൈസ് ദി ലോർഡ് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണമായി ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി ചെങ്കടൽ കടന്നതിനും മിസ്രയീം സൈന്യത്തിൻ്റെ ഭയങ്കര നാശം കണ്ടതിന് ശേഷം അവർ യഹോവയെ ഭയപ്പെട്ട് അവനിൽ വിശ്വസിച്ചു. അതിനു മുന്നേ അവർക്ക് യഹോവയെ ഒത്തിരി ഭയമില്ലായിരുന്നു. എന്നാൽ ഈ മിസ്രയീം ജനത്തിൻ്റെ നാശം, അവരുടെ മരണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 14:31 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യഹോവയെ ഭയപ്പെടുന്ന എല്ലാവരോടും യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നുവെന്ന് സങ്കീർത്തനം 115:11 നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യഹോവ ഭയം പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിനിടയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിനുള്ളിൽ അവനുള്ള ആശ്രയം ഉറപ്പുള്ള പ്രത്യാശയും ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നാം രക്ഷിക്കപ്പെടുന്നതിലും സങ്കീർത്തനം 85 അവൻ്റെ ക്ഷമിക്കുന്ന സ്നേഹവും കരുണയും നേരിടുന്നതിലും അതൊരു അത്ഭുതവുമല്ല എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 1:50 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാലാമത് അവസാനമായി നമുക്ക് കാണാൻ പാപത്തെക്കുറിച്ച് നീരസമുള്ളവനും യഥാസമയത്തും നിത്യതയിലും തൻ്റെ നീതിയുള്ള പ്രമാണങ്ങളും ലംഘിക്കുന്നവരെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനുമായ ദൈവമാണ്. അവനെ അംഗീകരിക്കുന്നതും ദൈവത്തെ ഭയപ്പെടുകയും എന്നതിൽ ഉൾപ്പെടുന്നു. അപ്പം കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവഭയത്തിൽ ഉൾപ്പെടുന്നു. സങ്കീർത്തനം 76:7 ഏദേൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർ യഹോവയെ ഭയപ്പെട്ടു, അവൻ്റെ സാന്നിധ്യത്തിൽ ഒളിക്കുവാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 3:8 മുതൽ 10 വരെ. പാപം ചെയ്ത ഇസ്രായേൽ ജനത പ്രൈസ് ദി ലോർഡ് 40 രാവും 40 പകലും പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ മോശയ്ക്ക് ഇത്തരത്തിലുള്ള ദൈവഭയം അനുഭവപ്പെട്ടു. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപം ചൊലിച്ചു, കോപവും ക്രോധവും കണ്ടിട്ട് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ നോക്കിക്കോണേ, പാപം ചെയ്ത ഇസ്രായേലിൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം ചൊലിച്ചപ്പോൾ അത് കണ്ട് മോശ ഭയപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശ ഭയപ്പെട്ടു. ആവർത്തനം 9:19 അതുപോലെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വരുവാനുള്ള ന്യായവിധിയും പ്രതികാരവും അറിയിച്ചതിന് തൊട്ടടുത്ത് എബ്രായ ലേഖനം കർത്താവ് എഴുതിയത് ഇപ്രകാരമാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. എബ്രായർ 10 പ്രൈസ് ദി ലോർഡ് 31. യഹോവയെ ഭയപ്പെടേണ്ടതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭയത്തിൻ്റെ അർത്ഥത്തെ തുടർന്ന് അവനെ ഭയപ്പെടേണ്ടതിന് കാരണങ്ങൾ വെളിപ്പെടുന്നു. 1, സകല ജനത്തിൻ്റെയും സകല വസ്തുക്കളുടെയും സൃഷ്ടാവെന്ന നിലയിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിനെ നമ്മൾ ഭയപ്പെടണം. അതാണ് മഹാശക്തി മൂലം നാം കർത്താവിനെ ഭയപ്പെടണം എന്ന് തന്നെയല്ല, പ്രൈസ് ദി ലോർഡ് സൃഷ്ടിയുടെ കഠികാര വസ്തുക്കളുടെ മേലും നമ്മുടെ മേലും നിരന്തരമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭയഭാഗമായ പ്രൈസ് ദി ലോർഡ് അധികാരം കൊണ്ടും ദൈവത്തെ നാം ഭയപ്പെടേണ്ടതാണെന്ന് നമുക്ക് കാരണമായിട്ട് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് കാരണമായിട്ട് നാം ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധി, അതായത് പാപത്തിൽ നിന്നുള്ള അവൻ്റെ വേർപാടും അതിനോടുള്ള നിരന്തരമായ വിരോധാഭാവവും നാം മനസ്സിലാക്കുമ്പോൾ അവനെ ഭയപ്പെടുക എന്നതാണ് മനുഷ്യാത്മാവിൻ്റെ സാധാരണ പ്രതികരണം. വെളിപ്പാട് 15:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4, പ്രൈസ് ദി ലോർഡ് ദൈവമഹത്വത്തിൻ്റെ പ്രകാശം കാണുന്നവർക്ക് ഭയപ്പെടാതിരിക്കുവാൻ കഴിയുന്നില്ല. നാം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന നിരന്തരമായ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പാപങ്ങളുടെ ക്ഷമ, അവനെ ഭയപ്പെടുവാനും സ്നേഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സകല മാനവജാതിയെയും ന്യായം വിധിക്കുന്ന നീതിയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. ഒന്ന് നാം മറന്നു പോകരുത്. കർത്താവിനെക്കുറിച്ച് ഭയം സംശയാതീതമായി ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഒത്തിരി വാക്യങ്ങൾ ഇതിനകത്തുണ്ട്, പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ നല്ലതും തീയതുമായ പ്രവൃത്തികളെ നാം നിരന്തരമായി നിരീക്ഷിക്കുകയും ചില തിരുത്തുകളെ നാം ചെയ്യുകയും ചെയ്യണം. അനന്തരം പ്രവൃത്തികൾക്ക് നാം ഇപ്പോഴും വ്യക്തിപരമായ ന്യായവിധി ദിവസത്തിൽ, പ്രൈസ്തലോട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വ്യക്തിപരമായ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ളത് വിശുദ്ധവും ഗൗരവമേറിയ തത്വമാണ്, അല്ലെങ്കിൽ സത്യമാണ്. പ്രൈസ്തലോട്, യഹോവ ഭയത്തെക്കുറിച്ച് വ്യക്തിപരമായ സൂചനകൾ. യഹോവ ഭയം എന്നത് തിരുവചന ഉപദേശത്തെക്കാൾ ഉപരിയായി ഒന്നാണ്. പ്രൈസ്തലോട്, തിരുവചന ഉപദേശത്തെക്കാൾ ഉപരിയായി ഒന്നാണ്. വിവിധ നിലകളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നേരിട്ട് ബാധിക്കുന്നു. ഒന്നാമതായി, നാം വാസ്തവമായി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചു ജീവിതം നയിക്കുകയും പാപത്തോട് ഇല്ല എന്ന് പറയുകയും ചെയ്യും. സീനായി മലയിൽ നോ എന്ന് പറയും. സീനായിൽ മല വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് ഭയം ഉളവാക്കിയത് അവർ പാപത്തെ വിട്ട് തിരിഞ്ഞു അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ പഠിക്കുവാനായിരുന്നു. പുറപ്പാട് 20:20. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തോടുള്ള മോശയുടെ അവസാനത്തെ പ്രഭാഷണത്തിൽ ആവർത്തിച്ചു ദൈവത്തെ സേവിക്കുന്നതിനെക്കുറിച്ചും അനുസരിക്കുന്നതിനെക്കുറിച്ചും യഹോവ ഭയത്തെ ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ്റെ അഭിപ്രായത്തിൽ യഹോവയെ ഭയപ്പെടുന്നതിന് തുല്യമാണ് അവൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നതും. സങ്കീർത്തനം 112:1. അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതും യഹോവ ഭയത്താൽ മനുഷ്യർ ദോഷം അകലുന്നതും എന്ന് ശലോമോൻ പഠിപ്പിച്ച് സദൃശ്യവാക്യത്തിൽ. സഭാപ്രസംഗിൽ മനുഷ്യവർഗത്തിൻ്റെ കർത്തവ്യങ്ങൾ മുഴുവനും ചുരുക്കി 2 കൽപ്പനകളിലായി പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. പ്രൈസ്തലോട്. സഭാപ്രസംഗി 12:13. നേരെ മറിച്ച് ദുഷ്ടജീവിതം നയിക്കുന്നതിൽ തൃപ്തിപ്പെടുന്നവർ അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. പ്രൈസ്തലോട് എന്നതിലാണ് വാസ്തവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ്തലോട്. പാപത്തെ വെറുക്കുവാനും ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകൾ അവരുടെ മക്കൾക്ക് നൽകി ദൈവത്തെ ഭയപ്പെടുവാൻ അവരെ പഠിപ്പിക്കണമെന്നതാണ് മേൽപ്പറഞ്ഞ സൂചനയുടെ പ്രധാനപ്പെട്ട ഉപലക്ഷ്യം. ആവർത്തനം 4:10 മുതലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ്തലോട്. അതാണ് ദൈവത്തിൻ്റെ ദൃശ്യം, അല്ലെ തിരുവചനത്തിൻ്റെ ദൃശ്യം. തിരുവചനത്തെ കൂടെ പ്രസ്താവിക്കുന്ന യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇയ്യോബ് 28:28 സദൃശ്യവാക്യം 1:7 നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് പ്രൈസ്തലോട് അവർ ജീവിക്കൂ എന്നതായിരുന്നതിനാൽ സദൃശ്യം 1:1 മുതൽ 6 വരെ ദൈവത്തെ ഭയപ്പെടുവാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ് നിർണായകമായ ആദ്യത്തെ പടിയാണ്. പ്രൈസ്തലോട്. യഹോവ ഭയത്തിന് ദൈവജനത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള കഴിവുണ്ട്. ദൈവവചനത്തിന് ശുദ്ധീകരണവുമായുള്ള കഴിവുള്ളതുപോലെ യോഹന്നാൻ 17:17 ഭയത്തിനും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. പാപത്തെ വെറുക്കുന്നതിനും ദുഷ്ടതയെ വിട്ടകലുന്നതിനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ സംസാരം സൂക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. മനസാക്ഷി മരിപ്പിച്ചാൽ നിങ്ങൾ ധാർമ്മികനും അധംപതനത്തിൽ നിന്നും അത് നമ്മെ സംരക്ഷിക്കുന്നു. അതിൻ്റെ പ്രഭാതത്താൽ യഹോവഭക്തി നിർമ്മലവും ശുദ്ധീകരിക്കുന്നതുമാകുന്നു. പരിശുദ്ധാത്മാവും രക്ഷിക്കുന്നവനുമാകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ ദൈവത്തിൻ്റെ വ്യവസ്ഥ. നമ്മൾ ഭയപ്പെടും. എങ്ങനെ ഭയപ്പെടണം? വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ അനുസരിക്കുന്നില്ല നാം ഭയപ്പെടണമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയസ്തരോട് തങ്ങളുടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ അവനെ ആരാധിക്കുവാൻ യഹോവ ഭയം ദൈവജനത്തെ പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് 5-ാമത്തെ കാര്യം, ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവർക്കും പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ക്രൈസ്തലോടുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും തന്നെ. സദൃശവാക്യം 22:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഗ്ദത്തം ചെയ്യപ്പെട്ട മറ്റ് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ക്രൈസ്തലോട് മരണത്തിൻ്റെ നിന്നുള്ള സംരക്ഷണം നൽകുന്നതായിട്ട് നമുക്ക് സദൃശവാക്യം 14:26-27 കാണുന്നു. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള കരുതൽ ക്രൈസ്തലോട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ദീർഘായുസ് സദൃശവാക്യം 10:20 എന്നിവയും ഉൾപ്പെടുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് അവർ അറിയുന്നു. ക്രൈസ്തലോട് അവസാനമായി യഹോവ ഭക്തിയോടൊപ്പം ദൈവജനത്തിന് ഉറപ്പും ആശ്വാസവും ഉണ്ട്. യഹോവ ഭയത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസമായി പുതിയ നിയമം നേരിട്ട് ബന്ധപ്പെടുത്തുന്നു. യഹോവയെ ഭയപ്പെടാതെ ജീവിക്കുന്നവർക്ക് അവൻ്റെ സാന്നിധ്യവും
കരുണയും സംരക്ഷണവും കുറിച്ച് യാതൊരു അറിവില്ലാതിരിക്കുമ്പോൾ ആവർത്തനം 1:26 ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിക്കുകയും ചെയ്യുന്നവർക്ക് ആത്മീക സംരക്ഷണത്തിൻ്റെ ആഴമേറിയ അനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ലഭിക്കുന്നു. ദൈവം അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് നാം ഉറയ്ക്കുവാൻ കഴിയും. പ്രൈസ്തലോട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ഭയമാണല്ലോ നമ്മളിവിടെ സംസാരിക്കാനുള്ളത്. ദൈവഭയം എങ്ങനെയായിരിക്കണം? ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക, ദൈവത്തെ അനുസരിക്കുക, ജീവിക്കുക, ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും പ്രാപിച്ചെടുക്കുക. പ്രൈസ്തലോട് കുറിവാക്യത്തിലേക്ക് ഒരു പ്രാവശ്യം കടന്നു വരാം. പ്രൈസ്തലോട് നമുക്ക് വായിച്ച യഹോവ സദൃശ്യവാക്യം പ്രൈസ്തലോട് 1:7 നമ്മൾ വായിച്ചത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ജ്ഞാനം കൊടുക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ആരംഭം, ജ്ഞാനം പ്രാപിച്ചെടുക്കാൻ കഴിയും. ദൈവത്തെ ഭയപ്പെടുക, അതാണല്ലോ നമ്മൾ പറഞ്ഞ 1 യഹോവ ഭക്തി, 2 ജ്ഞാനം, 3 പ്രൈസ്തലോട് യഹോവ ഭക്തി ഭയം, പ്രൈസ്തലോട് 4 ദൈവമഹത്വം, 5 വിശുദ്ധി എന്നിവ വിശുദ്ധമായും അവൻ്റെ വെളിപ്പെട്ട ഹിതമായും നമ്മിൽ ഉളവാകുന്നു. ഇതുപോലെ ബഹുമാനം, ജ്ഞാനം ഇതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കുകയാണെന്ന് യഹോഭക്തിയുള്ളവരെ കുറിച്ച് നമുക്ക് കാണാൻ. ജ്ഞാനത്തിൻ്റെ ഹൃദയം നേടുവാൻ അവർക്ക് കഴിയും. പ്രൈസ്തലോട് നമുക്ക് നിഷ്കളങ്കതയുള്ളവരായിത്തീരും. ഭയമുണ്ടാവും. ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, സാന്ത്വനം ഇതെല്ലാം നമുക്കുണ്ടാകും. നമുക്ക് ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. നാളെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തെ ഭയപ്പെടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.